5ാം ക്ലാസ്സിലെയും 6ാം ക്ലാസ്സിലെയും പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും ലതാ സജീവേട്ടിലേക്ക് സ്വാഗതം. ഒരു പുതിയ അധ്യയന വർഷം ആരംഭിക്കുകയാണല്ലോ. അതിനു മുമ്പേ നിങ്ങളുടെയൊക്കെ വെക്കേഷൻ വെക്കേഷൻ ദിവസങ്ങൾ വളരെ അടിപൊളി ആയിരുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള അന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇടയ്ക്ക് ചില വീഡിയോസുമായിട്ട് എത്താമെന്ന്. പക്ഷേ വെക്കേഷൻ എന്നുള്ളത് കുട്ടികളെ ഒരുപാട് അവരുടെ ഒരു തരം അധ്യാപകർക്കും കുട്ടികൾക്കും ഒരു വിശ്രമം എന്നുള്ള രീതിയിലാണ് നമ്മൾ വെക്കേഷൻ. അപ്പോൾ ആ ദിവസങ്ങൾ ഇപ്പോൾ പഴയ പോലെയൊന്നുമല്ല. പണ്ടൊക്കെ ആണെങ്കിൽ വെക്കേഷൻ ടൈമുകളിൽ ആ സ്കൂൾ അടയ്ക്കുന്ന ദിവസം മുതൽ സ്കൂൾ തുറക്കുന്ന ദിവസം വരെ, അതായത് എൻ്റെയൊക്കെ കാലത്ത് ആരും ഒരു ട്യൂഷൻ ക്ലാസ്സോ അങ്ങനെയുള്ള ഒന്നിനും പോയിരുന്നില്ല. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. എല്ലാ പേരൻസും കുട്ടികളെ ഒരു 10 ദിവസത്തിൽ കൂടുതൽ വീട്ടിൽ ഇരുത്താറില്ല. അവർ ഇപ്പം വിദ്യാഭ്യാസത്തിനാണല്ലോ പ്രാധാന്യം എല്ലാ പേരൻസും കൊടുക്കുന്നത്. മാത്രമല്ല, കുറച്ച് കൂടുതൽ ദിവസങ്ങൾ കിട്ടിയാൽ അത്രയും കൂടെ ഒരുപാട് കാര്യങ്ങൾ കുട്ടികളെ മനസ്സിലാക്കിക്കാമല്ലോ എന്നുള്ള ചിന്തയാണ്. പക്ഷേ കുട്ടികളുടെ കളിക്കാനുള്ള സമയം, അവരുടെ മൈൻഡൊക്കെ ഒന്ന് ഫ്രഷ് ആവാനുള്ള സമയമാണ് ഈ വെക്കേഷൻ എന്ന് പറയുന്നത്. അത് അവർക്ക് അങ്ങനെ തന്നെ ലഭിക്കട്ടെ എന്ന് കരുതിയാണ് വെക്കേഷൻ ക്ലാസ്സുകളിലേക്ക് പോകാഞ്ഞത്. ലതാ സജീവേൾഡ് വെക്കേഷൻ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യാഞ്ഞത്. മാത്രമല്ല, ഈ വെക്കേഷൻ സമയങ്ങളിൽ നമ്മൾ ഈ ക്ലാസ്സുകൾ ഇട്ട് കഴിഞ്ഞാൽ കുട്ടികൾ സാധാരണ ഉപയോഗിക്കുന്ന പോലെയല്ല, മൊബൈൽ വളരെയധികം സമയം ഉപയോഗിക്കേണ്ടി വരും. കാര്യം ക്ലാസ്സുകൾ കാണാനാണ്. പക്ഷേ അവർക്ക് പ്രത്യേകിച്ച് സ്കൂൾ ക്ലാസ്സുകൾ ഇല്ലാത്തതുകൊണ്ട് അധിക സമയം ഈ മൊബൈലിൽ തന്നെ അവർ ചിലവഴിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് വെക്കേഷൻ ക്ലാസ്സുകൾ എന്ന് പറഞ്ഞെങ്കിലും അതിലേക്ക് വരാഞ്ഞത്. അപ്പോൾ ഇനി നമുക്ക് പുതിയ 25-26 അധ്യയന വർഷം ആരംഭിക്കുകയാണ്. മാത്രമല്ല 6ാം ക്ലാസ്സിലേക്കുള്ള കുട്ടികളുടെ പാഠപുസ്തകങ്ങളെല്ലാം പുതിയതാണ്, പഴയതല്ല. പാഠപുസ്തകങ്ങൾ പുതിയ സ്കീം അനുസരിച്ചുള്ളതാണ്. SCERTയുടെ പാഠപുസ്തകങ്ങൾ 5ാം ക്ലാസ്സിൻ്റെ കഴിഞ്ഞ വർഷം മാറിയതുകൊണ്ട് അതേ പുസ്തകം തന്നെയാണ്. അപ്പം നമുക്കിനിയും അടുത്ത ദിവസങ്ങളിലൊക്കെ നമുക്ക് ക്ലാസ്സിലേക്ക് അല്ലെങ്കിൽ പാഠപുസ്തകങ്ങളെക്കുറിച്ചുള്ള അവതരണങ്ങളും ക്ലാസ് അല്ല എങ്കിലും എല്ലാത്തിനെക്കുറിച്ചൊന്ന് പറയുകയും ഒക്കെ ചെയ്യും. അപ്പോൾ എല്ലാ കുട്ടികളും വീഡിയോ ഇനിയും പതിവ് പോലെ കാണുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. 6ാം ക്ലാസ്സിലെ കേരള പാഠാവലിയുടെ പാഠപുസ്തകങ്ങൾ എല്ലാവർക്കും പുസ്തകങ്ങളൊക്കെ കിട്ടിക്കാണുമെന്ന് വിശ്വസിക്കുന്നു. സാധാരണ ഒരു പഴയ രീതിയിലുള്ള പാഠങ്ങളല്ല, വളരെ അതായത് നമുക്ക് വളരെ രസകരമായ കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ, അതായത് ഇപ്പോഴും പുതിയ തലമുറകൾ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങൾ അടങ്ങിയ പാഠഭാഗങ്ങളാണ്. അത്ര ഈസി ആയിട്ട് നമ്മൾ വിചാരിക്കേണ്ട. നമ്മളൊന്ന് 1-2 വട്ടം അതൊക്കെ ഒന്ന് വായിച്ച് നല്ല രീതിക്ക് നമ്മൾ ശ്രമിച്ചെങ്കിൽ മാത്രമേ, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, പഴയ പോലെ തന്നെ പാഠഭാഗത്തെ അതിനകത്തുള്ള ക്വസ്റ്റ്യൻ ആൻസറിനേക്കാൾ ഉപരി അതിലെ വർക്കുകളെയാണ് ആശ്രയിക്കുന്നത്. അപ്പം നല്ല പാഠങ്ങളാണ്. കുട്ടികളെ ജീവിതം കൂടി അറിഞ്ഞു പോവുക, ലൈഫ് കൂടി അറിഞ്ഞു പോവുക എന്നുള്ള രീതിക്കുള്ള പാഠഭാഗങ്ങളാണ് മലയാളം കേരള പാഠാവലിയിലേത്. അപ്പം കവിതയിൽ തുടങ്ങിയതുപോലെ ഒരുപാട് നല്ല നല്ല എഴുത്തുകാരെക്കുറിച്ചുള്ള ഒരു ആമുഖം എല്ലാത്തിലും ഇന്ന ആളിൻ്റെ അതായത് ആദ്യം തന്നെ പറയുന്ന ഒരു എഴുത്തുകാരി, അവർ എനിക്ക് തോന്നി അവരുടെ വളരെ പ്രായം ചെന്നതിന് ശേഷമാണ് കവിതകളൊക്കെ എഴുതാൻ തുടങ്ങിയത് തന്നെ. അപ്പോൾ അതൊക്കെ നമുക്ക് ക്ലാസ് തുടങ്ങുമ്പോൾ പറയാം അതിനെക്കുറിച്ച്. അപ്പോൾ അങ്ങനെയുള്ള പാഠഭാഗങ്ങളാണ് ഈ വർഷം 6ാം ക്ലാസ്സിൻ്റെ കേരള പാഠാവലിയിൽ. പിന്നെ 5ാം ക്ലാസ്സിൻ്റെ കഴിഞ്ഞ വർഷത്തെ പുസ്തകം ആയതുകൊണ്ട് വളരെ നല്ല ആയിരുന്നു കഴിഞ്ഞ വർഷത്തെ. അപ്പം നല്ല നല്ല പാഠങ്ങളാണ്. എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിൽ പറഞ്ഞിരിക്കുന്ന പാഠഭാഗങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ നന്നായി മനസ്സിലാക്കുക. നമുക്ക് പഴയ പോലെ തന്നെ എല്ലാവരുടെയും സഹകരണം, കൂട്ടുകാരുടെയും അത് ഷെയർ ചെയ്ത് കൊടുത്താലും അങ്ങനെ എല്ലാവരുടെയും സഹകരണം ഈ വർഷവും പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഈ 2 മാസത്തെ വെക്കേഷൻ ടൈം ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ടാണ് അന്ന് കുറച്ച് കഥകൾ നമ്മുടെ പാഠഭാഗത്തിൽ നമുക്ക് കുറച്ച് ഇൻഫർമേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇത് മൊബൈലിൻ്റെ ഉപയോഗം കുട്ടികൾ കൂടുതലായിട്ട് അത് മിസ്യൂസ് ചെയ്യുന്നത്, നിങ്ങൾ അധിക സമയം മൊബൈലിലായിരിക്കും എന്നുള്ളൊരു പേടി കൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഇനി പഴയ പോലെ തന്നെ നല്ല കാര്യങ്ങൾ, നല്ല നല്ല ക്ലാസ്സുകളായിരിക്കും കൈകാര്യം ചെയ്തത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോകളെല്ലാം സ്കിപ്പ് ചെയ്യാതെ കാണുക, മനസ്സിലാക്കുക. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും പുതിയ അധ്യയന വർഷം നന്നായി ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ.